ആ ഒരു അയ്യപ്പ സംഗമം നടന്നതിന് ശേഷമാണല്ലോ ശബരിമലയിലെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക ശില്പത്തിലെ പാളികൾ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നത്. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? എല്ലാവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി വലിയ വാചകത്തിൽ പറഞ്ഞു. പിന്നിൽ മറ്റു നിഗൂഢമായിട്ടുള്ള ശക്തികൾ ഉണ്ടാകും, എന്ത് സംശയം? ഇപ്പോ ചില ഡിവൈഎഫ്ഐ നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് എടുത്തു കൊണ്ടുപോയി, ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചത് കൊണ്ടുവെക്കാൻ ശ്രമിച്ചു, ഞങ്ങളെ ഒന്നും അതിന് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ആരാണ്? ഞാനും അർജുനും അവിടെ പോയിട്ട് ദ്വാരപാലക ശില്പം ഉണ്ടല്ലോ അവിടെ, അതൊന്ന് ഇളക്കി എടുത്തിട്ട് നമുക്കൊന്ന് കൊണ്ടുപോയി സ്വർണം പൂശിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ അവര്? ഇല്ലല്ലോ. കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട്. ഒരു ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിനകത്ത്, വളരെ തന്ത്രപ്രധാനമായ ക്ഷേത്രത്തിനകത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടണം എന്ന നിലയിൽ ഹൈക്കോടതി വരെ കൃത്യമായ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ ഹൈക്കോടതി ഇപ്പോ ഒരു ഉദ്യോഗസ്ഥൻ നിയമിച്ചിട്ടുണ്ട്. ഹൈക്കോടതി അവിടെ ഒരു ഉദ്യോഗസ്ഥൻ നിയമിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ തട്ടിപ്പ് പുറത്തു വന്നത്.